എല്ലാവർക്കും SSC RRB മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC ഗ്രൂപ്പ് ഡി അതുപോലെ തന്നെ RRB ALP JE എക്സാംസിനൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള സേർഡ്സ് ആൻഡ് ഇൻഡിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള മാത്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 25 അല്ലെങ്കിൽ 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറും അതുപോലെ തന്നെ ക്യൂബ്സും എന്ത് ചെയ്യുക, ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെന്താ ഏത് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാലും അവിടെ ഈ സ്ക്വയർ നമ്പേഴ്സും ക്യൂബ് നമ്പേഴ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ സമയം ഒട്ടും കളയാതെ തന്നെ ചെയ്യാൻ എന്ത് ചെയ്യും, അത് വളരെയേറെ സഹായിക്കും. അതുകൊണ്ട് തന്നെ 1 മുതൽ 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്വയേഴ്സും ക്യൂബ്സും ഒന്ന് കാണാതെ പഠിച്ച് വെക്കുക. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. If the value of root 40 is approximately equal to 6.325, then the value of root of 8/5 is equal to which of the following? എന്താണ് റൂട്ട് 40യുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 6.325. അങ്ങനെയെങ്കിൽ റൂട്ട് ഓഫ് 8/5ൻ്റെ വാല്യൂ എത്രയായിരിക്കും? അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് റൂട്ട് ഓഫ് 8/5ൻ്റെ വാല്യൂ ആണ്. നമുക്ക് തന്നിരിക്കുന്നതോ റൂട്ട് 40യുടെ വാല്യൂ ആണ്. അപ്പം നമുക്കിത് റൂട്ട് 40യിലേക്ക് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പം ഇവിടെ 8 ഉണ്ട്, 5 ഉണ്ട്. അപ്പം എങ്ങനെ റൂട്ട് 40യിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഈ 8നെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് 40യിലേക്ക് കൊണ്ടുവരാം. പക്ഷേ എന്ത് വേണം, ഈ വാല്യൂ മാറുകയും ചെയ്യരുത്. അങ്ങനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനെ 5/5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 5/5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ വാല്യൂ മാറുമോ? ഇല്ല. കാരണം എന്താണ്, 5/5 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഏതൊരു നമ്പറിനെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താലും ആ നമ്പർ തന്നെയല്ലേ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം വാല്യൂ ചേഞ്ച് ആവുകയുമില്ല. നമുക്ക് റൂട്ട് 40യുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ വരും? റൂട്ട് ഓഫ് 40/5 × 5 25 എന്ന് വരും. അപ്പം റൂട്ട് ഓഫ് 8/5 എന്ന് പറഞ്ഞാലും റൂട്ട് ഓഫ് 40/25 എന്ന് പറഞ്ഞാലും എന്താണ്, സെയിം ആണ്. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാം. റൂട്ട് 40 ഡിവൈഡഡ് ബൈ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. റൂട്ട് 40യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 6.325 ആണ്. അതിനെ എന്ത് ചെയ്യുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനെ നേരെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് ഇതിൻ്റെ കറക്റ്റ് ആൻസറല്ലേ വരുന്നത്. അപ്പം 6.325 ഡിവൈഡഡ് ബൈ 5 എത്ര വരും? നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാനുള്ള മാർഗ്ഗം നോക്കാം. എന്താണ് 6.325 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഇരട്ടിയായി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇതാണ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തത് തന്നെ. ഇൻറ്റു 2/2 വാല്യൂ വല്ലതും മാറുമോ? ഇല്ല. അപ്പോൾ എന്താവും ഇത്? 6.325 ഇൻറ്റു 2/10. ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണ്, ഒരു പ്ലേസ് മാറ്റിയിട്ട് ഡെസിമൽ കൊടുത്താൽ മതി. ഈ 6.325 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരും? 12 പോയിൻറ്റ് സംതിങ് വരും. ഏകദേശം എത്ര വരും? 12 പോയിൻറ്റ് സംതിങ് വരും. അപ്പം 12 പോയിൻറ്റ് എത്രയോ വരും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോയിന്റ് മാറ്റി 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഒരു പ്ലേസ് മാറ്റിയിട്ട് പോയിന്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ 12 ആ രീതിയിൽ വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ ഓപ്ഷനിൽ വരുന്നുണ്ടോ നോക്കുക. ഉണ്ടല്ലോ. ഏതാണ്? 1.265 ആണ്. അപ്പം 12.65 സംതിങ് ആണ് ആൻസർ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോയിന്റ് മാറ്റി ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ ചെയ്യുമ്പോൾ എന്ത് വരും? അത് 1.265 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? 1.265 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 6.325 ഡിവൈഡഡ് ബൈ 5 എങ്ങനെയാണ് 6.325 ഇൻറ്റു 2/10 ആയതെന്ന് മനസ്സിലായോ? നമ്മൾ തൊട്ട് മുകളിൽ ചെയ്ത അതേ കാര്യം തന്നെ. 6.325/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ട് എന്താണ്, വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എന്തിനാണ് അങ്ങനെ 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം. നമുക്ക് വേണമെങ്കിൽ എന്താണ്, 6.325നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. പക്ഷേ കുറേ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷനിൽ നിന്നും പെട്ടെന്ന് കണ്ടെത്താനായിട്ടാണ് ഞാൻ ആ താഴത്തെ 5 10 ആക്കാനായിട്ട് നോക്കിയത്. അപ്പോൾ എന്ത് ചെയ്യുക, 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 6.325 ഇൻറ്റു 2/10 എന്നാണ് വരുന്നത്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമല്ലേ. എന്താണ്, ഒരു പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. അപ്പം 6.325നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏകദേശം എത്ര വരും? 12.6 സംതിങ് വരും. അപ്പോൾ ഈ ഓപ്ഷനകത്തിൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 12.6 സംതിങ് വരും. അപ്പം ഒരു ഡെസിമലൂടെ മാറ്റി 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്ലേസ് കൂടെ മാറ്റി ഡെസിമൽ കൊടുക്കുമ്പോൾ 1.2 സംതിങ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പം 1.2 സംതിങ് ആൻസർ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ള ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 23 ക്യൂബ് പ്ലസ് -11 ദ ഹോൾ ക്യൂബ് പ്ലസ് -12 ദ ഹോൾ ക്യൂബ്. ഇതെങ്ങനെ ചെയ്യാം? നിങ്ങളൊന്ന് നോക്കിക്കുക, അത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? a ക്യൂബ് പ്ലസ് b ക്യൂബ് പ്ലസ് c ക്യൂബ്. അപ്പം ആൾജിബ്രയിലെ ഒരു എന്താണ് ഐഡൻറ്റിറ്റിയാണ് a ക്യൂബ് പ്ലസ് b ക്യൂബ് പ്ലസ് c ക്യൂബ്.
ഇതിലൊരു ആൾജിബ്രയിലൊരു എന്താണ് പ്രധാനപ്പെട്ട ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ എ പ്ലസ് ബി പ്ലസ് സി, അതായത് എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എത്രയായിരിക്കും? 3abc ആയിരിക്കും. എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എത്രയായിരിക്കും? 3abc ആയിരിക്കും. മറക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എത്രയായിരിക്കും? 3 ഇൻറ്റു എ ഇൻറ്റു ബി ഇൻറ്റു സി, അതായത് 3abc ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, എ പ്ലസ് ബി പ്ലസ് സി 0 ആണോ? ആണല്ലോ. 23 പ്ലസ് മൈനസ് 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 23 മൈനസ് 11 എത്രയാണ് വരുന്നത്? 12 ആണ് വരുന്നത്. 12 മൈനസ് 12 എത്രയാണ്? 0 അല്ലേ വരുന്നത്. അപ്പം എ പ്ലസ് ബി പ്ലസ് സി ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 0 ആണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് അല്ലേ? എന്തായിരിക്കും? 3 ഇൻറ്റു എ ഇൻറ്റു മൈനസ് 11 ഇൻറ്റു മൈനസ് 12. ഈ മൈനസ് 11ഉം മൈനസ് 12ഉം എന്താവും? ക്യാൻസൽ ആയി പോകും. മൈനസ് മൈനസ് എന്താവും? പ്ലസ് ആയിട്ട് മാറും. അപ്പം എന്താണ് ഇവിടുത്തെ ഉത്തരം വരുന്നത്? 3 ഇൻറ്റു 23 ഇൻറ്റു 11 ഇൻറ്റു 12 ആണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഡിവിസിബിലിറ്റി റൂൾ അറിയാം. ഓപ്ഷൻ ചെക്ക് ചെയ്യാം. എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് മനസ്സിലായി. 3യുടെ മൾട്ടിപ്പിൾ ആകുമ്പോൾ എന്താണ്? സമ്മ് കൂട്ടി ഡിജിറ്റിൻ്റെ സമ്മ് കൂട്ടി നോക്കുക. 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നോക്കി, 9 8 17 8 25 ആണ് വരുന്നത്. എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ അല്ല. 8 6 14, 14 8 22 ആണ് വരുന്നത്. ഈ ഓപ്ഷനും അല്ല. 9 1 10, 10 8 18, അത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. അത് ഓപ്ഷനായിട്ട് വേണമെങ്കിൽ വരാം. 8 7 15, 15 8 23, ഈ ഓപ്ഷനുമല്ല. അപ്പം ഏതാണ് കറക്റ്റ് ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ഇനി ഈ ഓപ്ഷനും 3യുടെ മൾട്ടിപ്പിൾ ആണ് വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു തരും? അടുത്തത് നോക്കി. ഇനി അടുത്ത ഏതാണ്? 11 ഉണ്ട്, 12 ഉണ്ട്. 11 നോക്കാമല്ലോ. 11ന്റെ ഡിവിസിബിലിറ്റി അറിയാം. നോക്കിക്കേ, ഓപ്ഷൻ സിയിൽ 11ന്റെ ഡിവിസിബിലിറ്റി വർക്കാകുമോ? ആൾട്ടർനേറ്റ് നമ്പേഴ്സിന്റെ സം എടുത്തേ. 9 പ്ലസ് 0 എത്രയാണ്? 9 ആണ്. 1 പ്ലസ് 8 എത്രയാണ്? 9 ആണ്. തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 വരും. ഡിവിസിബിലിറ്റി കറക്റ്റ് ആയില്ലേ? അപ്പോൾ ഏതാണ് ഇവിടുത്തെ ഉത്തരം? ഓപ്ഷൻ സി ആണ്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഐഡൻറ്റിറ്റിയും കൂടെ എഴുതി വെച്ചോണം. എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്തായിരിക്കും? 3abc ആയിരിക്കും. If 3x minus y is equal to 5, then find the value of 8 raised to x divided by 2 raised to y. എന്താണ്? 3x മൈനസ് y എന്ന് പറയുന്നത് 5 ആണ് എങ്കിൽ 8 raised to x divided by 2 raised to y എത്രയാണ്? അപ്പം ഈ 8 raised to x, 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 3 എന്ന് എഴുതരുതോ, കാരണം 2 raised to 3 അല്ലേ 8. 8 raised to x divided by 2 raised to y, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ 2 raised to 3 the whole raised to x-നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 3x എന്ന് എഴുതാം. അതുപോലെ താഴെ 2 raised to y ആയി. അപ്പോൾ ഈ 2 raised to 3 the whole raised to x-നെ നമ്മൾ എങ്ങനെയാണ് 2 raised to 3x എന്ന് എഴുതിയത്? അത് നിങ്ങൾ പഠിച്ചോണം. a raised to m the whole raised to n എന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a raised to m into n എന്ന് എഴുതാം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 2 raised to 3 the whole raised to x, a raised to m the whole raised to n. എങ്ങനെ എഴുതാം നമുക്ക്? 2 raised to 3 into x. അങ്ങനെയാണ് ഇവിടെ 2 raised to 3x എന്ന് നമ്മൾ എഴുതിയത്. ഇനി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് a raised to m into a raised to n എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? a raised to m plus n എന്ന് എഴുതാം. ഇപ്പം a എന്ന് പറയുന്നത് ബേസ് ആണ്, ബേസ് സെയിം ആയിരിക്കണം. ഇപ്പം 2 raised to 5 into 2 raised to 4 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? 2 raised to 5 plus 4, 2 raised to 9 എന്ന് എഴുതാം. അതുപോലെ തന്നെ a raised to m ഡിവൈഡഡ് ബൈ a raised to n എന്ന് വന്നു കഴിഞ്ഞാൽ a raised to m മൈനസ് n എന്നും എഴുതാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോണം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതി? 2 raised to 3x by 2 raised to y എന്ന് കിട്ടി. ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? a raised to m ഡിവൈഡഡ് ബൈ a raised to n. നമ്മൾ അവസാനം പറഞ്ഞ ഫോമിലാണ് കിടക്കുന്നത്. ഇവിടെ 3xനെ നമ്മൾ m എന്നെടുത്തു, y എന്തെന്നെടുത്തു? n എന്നെടുത്തു. അങ്ങനെയെങ്കിൽ 2 raised to m by 2 raised to n, a raised to m ഡിവൈഡഡ് ബൈ a raised to n എങ്ങനെ എഴുതാം? a raised to m മൈനസ് n. ഇങ്ങനെ എഴുതരുതോ? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഇങ്ങനെ എഴുതാം. അപ്പം 3x മൈനസ് y വാല്യൂ എത്രയാണ്? 5 ആണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാകും? 2 raised to 5 ആകും. 2 raised to 5 എത്രയാണ്? 32
32 ആണ്. 2/5 എത്രയാണ്? 32 ആണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മൾ 8/xനെ 2 ക്യൂബ് ദ ഹോൾ റൈസ് ടു എക്സ് എന്ന് എഴുതി. 2 ക്യൂബ് ദ ഹോൾ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 2/3x ആണ്. കാരണം a/m ദ ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ a/m × n ആണ്. അപ്പം 2/3x ഡിവൈഡഡ് ബൈ 2/y എന്ന് കിട്ടി. ബേസ് സെയിം ആണ്. a/m ഡിവൈഡഡ് ബൈ a/n ഈസ് ഈക്വൽ ടു a/m മൈനസ് n ആയതുകൊണ്ട് തന്നെ നമുക്ക് 2/3x മൈനസ് y എന്ന് കിട്ടി. 3x മൈനസ് വൈയുടെ വാല്യൂ 5 ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? അത് 2/5 ആയിട്ട് മാറി. നമ്മുടെ ഉത്തരം 2/5 എത്രയാണ്? 32 ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. സോൾവ് ദ ഫോളോയിങ്. 625 raised to 0.17 into 625 raised to 0.08. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 625 raised to 0.17 നമുക്ക് എങ്ങനെ എഴുതാം? 17/100 എന്ന് എഴുതരുതോ? 17/100 അല്ലേ 0.17 എന്ന് പറയുന്നത്. അപ്പം അടുത്തത് എങ്ങനെ വരും? 625 raised to 8/100 എന്ന് വരും. ഏത് ഫോമിലാണ് കിടക്കുന്നത്? a raised to ഇത് m ആണ്, ഇത് n ആണ്. a/m × a/n. എന്താണ് ഉത്തരം വരുന്നത്? a/m + n ആണ് വരുന്നത്. അപ്പോൾ 17/100ഉം 8/100 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 25/100 എന്ന് വരും. 25/100 എന്ന് വരും. 25/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 അല്ലേ? 625/1/4 എന്ന് വരും. അപ്പം 625 raised to 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 625ന്റെ 4th റൂട്ട് എന്നാണ് അർത്ഥം. അപ്പം 625 raised to 1/2 എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? റൂട്ട് ഓഫ് 625. അപ്പം റൂട്ട് 625നെയാണ് 625 raised to 1/2 എന്ന് എഴുതുന്നത്. 625 raised to 1/3 വന്നാലോ? ക്യൂബ് റൂട്ട് ഓഫ് 625 ആണ്. 625 raised to 1/4 വന്നാൽ 4th റൂട്ട് ഓഫ് 625 ആണ്. 1/5 വന്നാൽ 5th റൂട്ട്, 1/6 വന്നാൽ 6th റൂട്ട്. അങ്ങനെയാണ് ഏതൊരു നമ്പറിനും raised to ആയിട്ട് 1/2 വന്നു കഴിഞ്ഞാൽ അത് റൂട്ടാണ്. 1/3 വന്നാൽ ക്യൂബ് റൂട്ടാണ്. 1/4 വന്നാൽ 4th റൂട്ടാണ്. ഓർത്തിരുന്നോണം. അപ്പോൾ 625ന്റെ 4th റൂട്ട് എത്രയാണ്? എന്താണ് ഇതിനർത്ഥം? ഒരു നമ്പർ raised to 4 ചെയ്ത് കഴിഞ്ഞാൽ 625 കിട്ടും. അതാണ് എന്ത്? 625ന്റെ 4th റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതോ ഒരു നമ്പറിന്റെ 4th പവർ എന്ന് പറയുന്നത് എന്താണ്? 625 ആണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഓപ്ഷനിൽ ഏതിൻ്റെ ആയിരിക്കും 625 4th പവർ ആയിട്ട് വരുന്നത്? അത് 5ൻ്റെയാണ്. 5 × 5 × 5 എത്രയാണ്? 5 × 5 25 ആണ്. 25 × 5 125 ആണ്. 125 × 5 ആണ് എന്ത്? 625 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? നമുക്കറിയാം 625 എന്ന് പറഞ്ഞാൽ എത്രൻ്റെ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. എത്രൻ്റെയാണ്? 25ൻ്റെ സ്ക്വയർ ആണ്. 25 × 25 ആണ് എന്ത്? 525 എന്ന് പറയുന്നത്. ഈ 25നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 5 എന്ന് എഴുതാം. അടുത്ത 25നെയും 5 × 5 എന്ന് എഴുതാം. അപ്പോൾ ആയില്ലേ? 4 5 കിട്ടി നമുക്കപ്പം 5 raised to 4 ആണെന്ത്? 625 എന്ന് പറയുന്നത്. അപ്പോൾ 625ന്റെ 4th റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഇവിടുത്തെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ എ 5 ആണ്. അപ്പോൾ നിങ്ങൾ എന്താണ്? ഒരു 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ എങ്കിലും സ്ക്വയറും ക്യൂബും കാണാതെ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും ഇതുപോലുള്ള ചോദ്യങ്ങളിലൊക്കെ. അതുകൊണ്ട് നിർബന്ധമായിട്ടും എന്താണ്? 1 മുതൽ 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബും അതുപോലെ തന്നെ സ്ക്വയറെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 29 4/25. എന്താണ്? 29 4/25ൻ്റെ റൂട്ടിൻ്റെ വാല്യൂ എത്രയാണെന്ന്. ഒരു മിക്സഡ് ഫ്രാക്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം 29 ആൻഡ് 4/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? 29 + 4/5 എന്നാണ് അർത്ഥം. അപ്പോൾ 29 ആൻഡ് 4/5 എന്ന് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? 29 + 4/5. കാരണം എന്താണ്? ഈ 29 ആൻഡ് 4/5നെ എങ്ങനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്? 29 × 5 + 4/5 അങ്ങനെയാണ് ചെയ്യുന്നത്. അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ എന്താണ്? 29 + 4/5 അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? 29 × 4 29 × 5 + 4 / 5. അപ്പോൾ എന്താണ്? 29 ആൻഡ് 4/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 29 + 4/5 എന്ന് തന്നെയാണ് അർത്ഥം. അതിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം 29 + 4/5 ഇതിൻ്റെ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 5 അല്ല 25 ആണ്. 4/25 ആണ്. 4/5 അല്ല. ഓക്കെ. അപ്പോൾ ഈ 4/25 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 4 / 25 എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എളുപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? താഴെ ഒരു 100 ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കാരണം 2 പ്ലേസ് മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? ഡെസിമൽ കൊടുത്താൽ മതി. അപ്പോൾ ഈ താഴെ 100 ആക്കണമെങ്കിൽ നമ്മൾ ഈ 4/25നെ എന്ത് ചെയ്യണം? ഒരു 4/5
4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം വാല്യൂ മാറുമോ? ഇല്ല, വാല്യൂ മാറില്ല. നമുക്ക് താഴെ 100 എന്നും കിട്ടും. അപ്പോൾ ഇതെങ്ങനെ വരും? 29 പ്ലസ് 16/100 എന്ന് വരും. റൂട്ട് ഓഫ് 29 പ്ലസ് 16/100 എന്ന് വരും. 16/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.16 ആണ്. 16/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡെസിമൽ മാറ്റിയിട്ട് ഇവിടെ നമ്മൾ പോയിന്റ് കൊടുക്കും. എത്രയാണ്? 0.16 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 29.16ന്റെ റൂട്ടാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. 29.16ന്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഓപ്ഷൻ നോക്കാം നമുക്ക്. 5.6 സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരാം? അവസാനം ലാസ്റ്റ് ഡിജിറ്റ് 6 വരാം. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. 5.2 വന്നു കഴിഞ്ഞാൽ എന്ത് വരും? സ്ക്വയർ ചെയ്താൽ അവസാനം 4 അല്ലേ വരുന്നത്. അപ്പം ഈ ഓപ്ഷൻ വരില്ല. 5.4 വരുമ്പം സ്ക്വയർ ചെയ്താൽ ലാസ്റ്റ് എന്താണ് വരുന്നത്? 6 ആണ് വരുന്നത്. അപ്പോൾ ഈ ഓപ്ഷന് നമുക്ക് ചാൻസ് ഉണ്ട്. ഇനി 5.5 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അവസാന ഡിജിറ്റ് ഏതേ വരൂ? 5 വരൂ. അതുകൊണ്ട് എന്താണ്? ഈ ഓപ്ഷനുമല്ല. അപ്പോൾ 5.6ഓ 5.4ഓ ആയിരിക്കും എന്ത്? നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ രണ്ടും എന്ത് ചെയ്യാവുന്ന? മൾട്ടിപ്ലൈ നോക്കുക. 5.6 ഇൻറ്റു 5.6 നോക്കുക, അല്ലെങ്കിൽ 5.4 ഇൻറ്റു 5.4 ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടുത്തെ ഉത്തരം നമുക്ക് ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി 5.4 ആണ് വരുന്നത്. വിച്ച് റിയൽ നമ്പർ എമംഗ് √2, ക്യൂബ് റൂട്ട് ഓഫ് 3, ഫോർത്ത് റൂട്ട് ഓഫ് 4, സിക്സ്ത് റൂട്ട് ഓഫ് 5 ഏതിനാണ് മാക്സിമം വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൂട്ട് 2നാണോ, ക്യൂബ് റൂട്ട് ഓഫ് 3ക്കാണോ, ഫോർത്ത് റൂട്ട് ഓഫ് 4നാണോ, സിക്സ്ത് റൂട്ട് ഓഫ് 5നാണോ മാക്സിമം വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം റൂട്ട് 2നെ നമ്മൾ മുമ്പേ പറഞ്ഞു. എങ്ങനെ എഴുതാം നമുക്ക്? 2^1/2 എന്ന് എഴുതാം. ക്യൂബ് റൂട്ട് 3യെ നമുക്ക് എങ്ങനെ എഴുതാം? 3^1/3 എന്ന് എഴുതാം. ഫോർത്ത് റൂട്ടിനെ എങ്ങനെ എഴുതാം? 4^1/4. സിക്സ്ത് റൂട്ട് ആകുമ്പോൾ എന്ത് വരും? 1/6 വരും. അപ്പം ഇത്രയും നമുക്ക് കിട്ടി. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നമുക്ക്. ആദ്യം എന്ത് ചെയ്യുക? ഡിനോമിനേറ്റേഴ്സിൻ്റെ എല്ലാം LCM കാണുക. 6, 4, 3, 2 ഇതിൻ്റെ LCM എത്രയാണ്? LCM എന്ന് പറയുന്നത് 12 ആണ്. LCM എത്രയാണ്? 12 ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം റൂട്ട് 2, ക്യൂബ് റൂട്ട് ഓഫ് 3, ഫോർത്ത് റൂട്ട് ഓഫ് 4, സിക്സ്ത് റൂട്ട് ഓഫ് 5 ഇങ്ങനെ ഏത് നമ്പേഴ്സും ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ഈ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. പവർ വരുന്ന രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. അറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആ ഡിനോമിനേറ്റേഴ്സിൻ്റെ എല്ലാം കൂടെ LCM കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? LCM കൊണ്ട് പവർ ചെയ്യുക ഇതിനെ. അപ്പം 2^1/2 LCM എത്രയാണ്? 12. എല്ലാത്തിനും എന്ത് ചെയ്യുക? LCM കൊണ്ട് നമ്മൾ പവർ ചെയ്യുക. 4^1/4 the whole raised to 12, 5^1/6 the whole raised to 12 പവർ ചെയ്തു. ഏത് ഫോമിലാണ്? a⁻m the whole raised to n എന്ന ഫോമിലല്ലേ എല്ലാം കിടക്കുന്നത്. അപ്പം a⁻m into n വരും. അപ്പം 2^1/2 into 12 എത്രയാണ്? 2^6 വരും. ഇതെത്ര വരും? 3^4 വരും. ഇതെത്ര വരും? 4^3 വരും. അടുത്ത എത്ര വരും? 5^2 വരും. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. എന്താണ്? 2^6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2^5 32 ആണ്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു ചോദ്യത്തിൽ ചെയ്തതാണ്. 2^6 എത്രയാണ് വരുന്നത്? 64 ആണ് വരുന്നത്. 3^4 എത്രയാണ് വരുന്നത്? 3² എന്ന് പറയുന്നത് 9 ആണ്. 9 81 ആണ്. 3^4 വരുന്നത്. 4^3 എത്ര വരും? അതും 64 ആണ് വരുന്നത്. 5² എത്രയാണ്? 25 ആണ് വരുന്നത്. ഇതിൽ ഏതാണ് ഏറ്റവും വലിയ വാല്യൂ? 81 അല്ലേ? 3^4 ആയ 81 ആണ് ഏറ്റവും വലിയ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പം 3^4 നമ്മൾ എന്തിനെ ചെയ്തപ്പോഴാണ് വന്നത്? ക്യൂബ് റൂട്ട് ഓഫ് 3യെ ചെയ്തപ്പോഴാണ് നമുക്ക് 81 എന്ന വാല്യൂ കിട്ടിയത്. ക്യൂബ് റൂട്ട് ഓഫ് 3 എന്ന് പറഞ്ഞാൽ വാല്യൂ 81 അല്ല, അതിലേതാ വലുതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത ആ ഒരു ട്രിക്കിൽ നിന്നാണ് നമുക്ക് ഈ വാല്യൂ കിട്ടിയത്. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ക്യൂബ് റൂട്ട് ഓഫ് 3 ആണ് ഏറ്റവും വലിയ വാല്യൂ വരുന്നത്. അപ്പം റൂട്ട് 2, ക്യൂബ് റൂട്ട് ഓഫ് 3, ഫോർത്ത് റൂട്ട് ഓഫ് 4, സിക്സ്ത് റൂട്ട് ഓഫ് 5 ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? ക്യൂബ് റൂട്ട് ഓഫ് 3 ആണ് നമുക്ക് കിട്ടി. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ആദ്യം അതിനെല്ലാം അതിൻ്റെ പവർ വരുന്ന രീതിയിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തു. ഇപ്പം നമുക്ക് 2^1/2, 3^1/3, 4^1/4 ആൻഡ് 5^1/6 എന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്റേഴ്സിൻ്റെ എല്ലാം LCM കണ്ടു. LCM നമുക്ക് 12 എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ ആ പവറിനെ എല്ലാം എന്ത് ചെയ്തു? ആ പവർ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത നമ്പേഴ്സിനെ അതിൻ്റെ LCM കൊണ്ട് പവർ ചെയ്തു. 2^1/2 the whole raised to 12, 3^1/3 the whole raised to 12, 4^1/4 the whole raised to 12, 5^1/6 the whole raised to 12. a⁻m the whole raised to n ഫോമിലായിരുന്നു. അതുകൊണ്ട് തന്നെ a⁻m into n എന്നാക്കി. ആ രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് 2^6, 3^4, 4^3 ആൻഡ് 5^2 എന്ന് കിട്ടി. അതിൽ ഏറ്റവും വലുത് ഏതായിരുന്നു? 3^4 ആയിരുന്നു. അപ്പോൾ 3^4 നമ്മൾ ഏതിന് പകരമാണ് എഴുതിയത്? ക്യൂബ് റൂട്ട് ഓഫ് 3ക്ക് പകരമാണ് എഴുതിയത്. അപ്പം ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? ക്യൂബ് റൂട്ട് ഓഫ് 3 ആണ്. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്.
If root 2 plus root x is equal to root 3, then find the value of x. എന്താണ് റൂട്ട് 2 പ്ലസ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് റൂട്ട് 3 ആണ് എങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? അപ്പം ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 3, ഈ പ്ലസ് റൂട്ട് 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? മൈനസ് റൂട്ട് 2 ആകും. ഇങ്ങനെ എഴുതാമല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? എക്സിന്റെ വാല്യൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. ഇതിനെ സ്ക്വയർ ചെയ്താൽ ഇവിടെ എക്സ് ആയില്ലേ? ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പുറത്തും അതുപോലെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 3 മൈനസ് റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അറിയാമല്ലോ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. അപ്പം എ സ്ക്വയർ എന്ന് പറയുന്നത് 3 ആണ്, ബി സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. 3 + 2 മൈനസ് 2 ഇൻറ്റു എ എത്രയാണ്? റൂട്ട് 3 ഇൻറ്റു ബി എത്രയാണ്? റൂട്ട് 2 എത്ര വരും? 5 മൈനസ് 2 റൂട്ട് 6 എന്ന് വരും. എത്രയാണ്? 5 മൈനസ് 2 റൂട്ട് 6 ആണ് എന്ത്? ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? റൂട്ട് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? റൂട്ട് 3 മൈനസ് റൂട്ട് 2 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോമാറ്റിലാണ് കിടക്കുന്നത്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് ഉത്തരം എന്ത് കിട്ടി? 5 മൈനസ് 2 റൂട്ട് 6 എന്ന് കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. Root of 8 minus 2 root 15 is equal to which of the following? അപ്പം റൂട്ട് ഓഫ് 8 മൈനസ് 2 റൂട്ട് 15ൻ്റെ വാല്യൂ എഴുതുക. ഞാൻ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടില്ല. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലോ അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? 8 മൈനസ് 2 റൂട്ട് 15 നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാൻ നോക്കാവുന്നത്. എന്താണ്? മൈനസ് ആയതുകൊണ്ട് തന്നെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ഈ രീതിയിലൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. എന്താ ഇവിടെ 2 ഇൻറ്റു റൂട്ട് 15 ഉണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 2 ഇൻറ്റു ab ഫോമിൽ എഴുതാം. റൂട്ട് 15 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 5 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? റൂട്ട് 5 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതാം. അപ്പം എ ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അപ്പോൾ എത്ര വരും? എ സ്ക്വയർ എന്ന് പറയുമ്പം റൂട്ട് 5ൻ്റെ സ്ക്വയർ 5 വരും. ബി എന്ന് പറയുമ്പം റൂട്ട് 3യുടെ സ്ക്വയർ എത്ര വരും? 3 വരും. അപ്പോൾ എന്താണ് വന്നിരിക്കുന്നത്? 5 + 3 മൈനസ് 2 റൂട്ട് 5 ഇൻറ്റു റൂട്ട് 3 എന്ത് വരും? 8 മൈനസ് 2 റൂട്ട് 15. കണ്ടോ? 8 മൈനസ് 2 റൂട്ട് 15. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 5 + 3 മൈനസ് 2 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു റൂട്ട് 3, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഫോമിൽ എഴുതാം. അപ്പോൾ ഇതെങ്ങനെയാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന്. അപ്പം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പം എന്തെഴുതാം? ഇത് ഏത് ഫോമിൽ വന്നു? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണ് കിടക്കുന്നത്. അപ്പം റൂട്ട് ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി അല്ലേ? അപ്പം ഇവിടുത്തെ എ എത്രയാണ്? റൂട്ട് 5 ആണ്. ബി എത്രയാണ്? റൂട്ട് 3 ആണ്. അപ്പം ഉത്തരം എത്രയാണ്? റൂട്ട് 5 മൈനസ് റൂട്ട് 3 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? 8 മൈനസ് 2 റൂട്ട് 15 നമ്മൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. അപ്പം നമുക്ക് എന്ത് കിട്ടി? 5 + 3 മൈനസ് 2 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതി. അപ്പം ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ നമ്മൾ എഴുതിയത് കൊണ്ട് തന്നെ റൂട്ട് ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പം റൂട്ട് ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ മൈനസ് ബി അല്ലേ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് എ മൈനസ് ബി ആണ്. ഇവിടെ എ നമുക്ക് റൂട്ട് 5 കിട്ടി, ബി നമുക്ക് റൂട്ട് 3 കിട്ടി. അപ്പോൾ എത്രയാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ? റൂട്ട് 5 മൈനസ് റൂട്ട് 3 ആണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണ്? റൂട്ട് 5 മൈനസ് റൂട്ട് 3 ആണ്. ഇഫ് എ പ്ലസ് ബി റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 19 + 6 റൂട്ട് 2, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത രീതിയിൽ തന്നെ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. അപ്പം എ പ്ലസ് ബി റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണ് കിടക്കുന്നത്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ആ ഫോമിലാണോ ഈ 19 + 6 റൂട്ട് 2 കിടക്കുന്നതെന്ന് നോക്കുക. അല്ലെങ്കിൽ ആ ഫോമിലേക്ക് ആക്കാൻ നോക്കുക, എക്സ്പാൻഡ് ചെയ്ത് ആ രീതിയിലാക്കാൻ നോക്കുക. അപ്പോൾ എങ്ങനെ എഴുതാം? 6 റൂട്ട് 2. 6 റൂട്ട് 2നെ നമുക്ക് 3ab ഫോമിൽ ആദ്യം 2ab ഫോമിൽ ആദ്യം കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പം 2 ഇൻറ്റു 2 ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 3 റൂട്ട് 2 ഉണ്ട്. അപ്പം 3 ഇൻറ്റു റൂട്ട് 2. ഇപ്പം എന്താണ്? 2ab ഫോമിലായി. ഇനി എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വേണം. ഇത് എ ആണ്, ഇത് ബി ആണ്. എ സ്ക്വയർ എന്ന് പറയുമ്പം 9 വരും. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 2ൻ്റെ സ്ക്വയർ 2 ആണ്. 9 + 2 11 + 2
11 പ്ലസ് 6√2 എന്നാണ് വന്നത്. അപ്പം നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്? 19 പ്ലസ് 6√2 എന്നാണ്. അപ്പം ഈ രീതിയിലല്ല എഴുതേണ്ടത്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. 2ab ഫോമിൽ എഴുതുക. 2 ഇൻറ്റു 6√2 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു 3√2 ഇപ്പം തന്നെ എന്തായി? 6√2 ആയി. ഇൻറ്റു 1 എന്താണ്? 6√2 തന്നെയാണ്. അപ്പം എ എന്ന് പറയുന്നത് 3√2, ബി എന്ന് പറയുന്നത് നമ്മൾ 1 എന്ന് എടുത്തു. ഇനി നമുക്കൊന്ന് നോക്കാം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3√2ൻ്റെ സ്ക്വയർ. 3യുടെ സ്ക്വയർ 9 ആണ്. √2ൻ്റെ സ്ക്വയർ 2 ആണ്. അപ്പം 9 ഇൻറ്റു 2 എത്രയാണ്? 18 ആണ്. ബി 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 19 പ്ലസ് 6√2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി ഇതിനെ? 3√2 ആണ് നമുക്ക് എ. ബി എത്രയാണ്? 1 എന്ന് കിട്ടി. അപ്പോൾ എന്താണ്? 18 പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 3√2 പ്ലസ് 1 ആണ് നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എയുടെ വാല്യൂ ആണ്. ഇവിടെ നമുക്ക് എന്താണ്? എ ബി എന്താണ് കിട്ടിയത്? 3√2 അതുപോലെ തന്നെ 1 കിട്ടി. എയുടെയും ബിയുടെയും വാല്യൂ 3√2ഉം 1ഉം ആണ് കിട്ടിയത്. ഇത് ഏത് ഫോമിലാണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണ്. അപ്പം എ പ്ലസ് b√2 ദ ഹോൾ സ്ക്വയർ. ഇവിടുത്തെ ബി എന്ന് പറയുന്നത് b√2 ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, √2 വന്നിരിക്കുന്നത് ഏതിനാണ്? 3യുടെ കൂടെയാണ്. അപ്പം ബിയുടെ വാല്യൂ ആണ് എന്ത്? 3 വരുന്നത്. അങ്ങനെയെങ്കിൽ എയുടെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ എത്രയാണ്? സി ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഇതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് 19 പ്ലസ് 6√2 19 പ്ലസ് 6√2നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത രീതിയിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 18 പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 3√2 ഇൻറ്റു 1 എന്ന് കിട്ടി. ഇപ്പം 3√2 നമ്മൾ എ എന്നെടുത്തു, 1 ബി എന്നെടുത്തു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ബിയുടെ കൂടെ കിടക്കുന്നതാണ് √2 എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ √2 കിടക്കുന്ന ഏതിൻ്റെ കൂടെയാണ്? 3യുടെ കൂടെയാണ്. അപ്പം 3 എന്താണ്? ബി ആണെന്ന് വ്യക്തമായി. അപ്പം ബാക്കി വരുന്ന 1 എന്തായിരിക്കും? എ ആണെന്നും വ്യക്തമായി. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എയുടെ വാല്യൂ അല്ലേ. അപ്പോൾ എയുടെ വാല്യൂ എത്രയായിരിക്കും? 3 ആണോ വരുന്നത്? അല്ല. കാരണം 3യുടെ കൂടെ ഇവിടെ √2 ഉണ്ട്. ഇവിടെ എന്തിൻ്റെ കൂടെയാണ് √2 കിടക്കുന്നത്? ബിയുടെ കൂടെയാണ് √2 കിടക്കുന്നത്. അപ്പം 3 എന്താണ്? ബി ആണ്. അപ്പോൾ 1 എന്തായിരിക്കും? എ ആയിരിക്കും. ഇവിടുത്തെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ സി 1 ആണ്. If x is equal to root of 13 plus 2 root 40 and y is equal to root of 13 minus 2 root 40, then find the value of x minus y. നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത രീതിയിൽ തന്നെയാണ് ഈ കണക്കും ചെയ്യേണ്ടത്. തൊട്ടു മുമ്പ് നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ഇതിനെ നമ്മൾ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ നോക്കി. ആദ്യം കിടക്കുന്നത് 13 പ്ലസ് 2 റൂട്ട് 40 എ പ്ലസ് ബി. അപ്പോൾ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ആ ഫോമിലേക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യുക? 13 പ്ലസ് 2 റൂട്ട് 40. അപ്പം 2ab ഫോം എന്ന് പറഞ്ഞാൽ a2 ഇൻറ്റു എ ബി വരണം. അപ്പം റൂട്ട് 40 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 10 ഇൻറ്റു 2 10 ഇൻറ്റു 4 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് 20 ഇൻറ്റു 2 എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇവിടെ 13 വരണം. പിന്നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 8 ഇൻറ്റു 5 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ദാ √8 ഇൻറ്റു √5. ഇത് എ, ഇത് ബി എന്ന് എടുക്കാം. അപ്പം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്ര വരും? √8ൻ്റെ സ്ക്വയർ 8 ആണ്. 8 പ്ലസ് 5 13 വരും. അപ്പോൾ ഇത് കറക്റ്റ് ആയില്ലേ? 13 പ്ലസ് 240 നമ്മൾ 8 പ്ലസ് 5 പ്ലസ് 2 ഇൻറ്റു √8 ഇൻറ്റു √5 വരും. അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര വരും? 8 പ്ലസ് 5 മൈനസ് 2 ഇൻറ്റു √8 ഇൻറ്റു √5. നമുക്ക് എയും കിട്ടി ബിയും കിട്ടി. എത്രയാണ്? √8 √5 ആണ് എയും ബിയും വന്നിരിക്കുന്നത്. അപ്പം എക്സ് മൈനസ് വൈ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 13 പ്ലസ് 2 റൂട്ട് 40. റൂട്ട് ഓഫ് ഇത് നമുക്ക് എന്താണ് കിട്ടിയത്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പം റൂട്ട് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എത്രയാണ്? എ പ്ലസ് ബി ആണ്. അപ്പം ഇവിടുത്തെ എ എത്രയാണ്? √8 ആണ്. ബി എത്രയാണ്? √5 ആണ്. അപ്പം എത്രയാണ്? എക്സിൻ്റെ വാല്യൂ എത്രയാണ്? √8 പ്ലസ് √5 ആണ്. ഇനിയും വൈയുടെ വാല്യൂ എത്രയാണ്? √8 മൈനസ് √5 ആണ്. ഇനിയും എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ √8 പ്ലസ് √5 മൈനസ് √8 മൈനസ് √5 വരും. അപ്പോൾ എന്ത് വരും? √8ഉം √8ഉം തമ്മിൽ ക്യാൻസലായി പോവും. പ്ലസ് 5 വരും. ഈ മൈനസും മൈനസും കൂടെ എന്താവും? പ്ലസ് 5 ആകും. അപ്പം √5 പ്ലസ് √5 വരും. എന്താണ് ഉത്തരം വരുന്നത്? 2√5 എന്ന് വരും. √5 പ്ലസ് √5 എന്താണ്? 2√5 ആണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? 2√5 ആണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തത്? നമ്മൾ തൊട്ട് മുമ്പുള്ള കണക്കിൽ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്തു? ഇതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിലും ഇതിനെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിലും എക്സ്പാൻഡ് ചെയ്ത് എഴുതി. അവിടെ നമുക്ക് എന്താണ്? എയും ബിയും കിട്ടി.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആണ്. എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്. എയുടെയും ബിയുടെയും വാല്യൂ നമുക്കുണ്ട്. അങ്ങനെ √8 + √5 എന്ന് കിട്ടി. അപ്പുറത്ത് വരുമ്പോൾ എന്താവും, √a മൈനസ്, അതായത് എ മൈനസ് ബി ആവും വൈ എന്ന് പറയുന്നത്. അപ്പം √8 - √5 വരും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും, നമുക്ക് √5 + √5 വരും എന്ന് പറയുന്നത് 2√5 ആണെന്ന് നമുക്ക് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് ഈക്വൽ ടു √2 - √3? എന്താണ് √2 - √3ക്ക് ഈക്വൽ ആയിട്ട് വരുന്ന വാല്യൂ താഴെ പറയുന്നവയിൽ ഏതാണ്? നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻസ് പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പം എ മൈനസ് ബി ഫോമിലാണ് കിടക്കുന്നത്. നമ്മൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. എന്താണ് a² + b² - 2ab. എന്താണ് ഇവിടെ 2ab ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് ആ ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരിക. അപ്പം എന്തിനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, 2 - √3 ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. ആ റൂട്ട് അവിടെ ഉണ്ട്. നമ്മൾ എന്താ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരം ഇവിടെ ഇപ്പം നമുക്ക് ഈ 2 - √3 എങ്ങനെ ആ ഒരു ഫോമിലേക്ക് ആക്കാൻ പറ്റുമെന്ന് നോക്കുക. 2ab ഫോം ഇവിടെ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക, അവിടെ 2 കൊടുക്കുക. അപ്പം എന്ത് ചെയ്യുക, താഴെയും ഒരു 2 കൊടുക്കുക. 2/2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, വാല്യൂവിന് ചേഞ്ച് വരില്ല. അപ്പം എന്താണ് 2 - √3 × 2/2. അപ്പം വാല്യൂവിൽ ചേഞ്ച് വരില്ല. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് വരും, 2 × 2 4, 4 - 2√3/2 എന്ന് വരും. 4 - 2√3/2. ഇപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ, 2ab ഫോമിലല്ല കിടക്കുന്നത്. 2 × √3 × 1 നോക്കാം. എയും ബിയും ഉണ്ട്. എ എന്ന് പറയുന്നത് √3 ആണ്. a² എന്ന് പറയുമ്പം √3² 3 ആകും. പ്ലസ് b² എന്ന് പറയുമ്പോൾ 1, 3 + 1 4. കറക്റ്റ് അല്ലേ വന്നിരിക്കുന്നത്, 4 ആണ് വന്നിരിക്കുന്നത്. -2ab. അപ്പം a - b എന്ന ഒരു ഫോമിലായല്ലോ. a - b ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഡ് ചെയ്യുന്ന ഫോമിലായല്ലോ അത്. ഇനി നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, അതിൻ്റെ റൂട്ട് കാണുക. ഇതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പം a നമുക്ക് കിട്ടിയിട്ടുണ്ട് √3, b എത്രയാണ്, 1 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിപ്പം a - b ദ ഹോൾ സ്ക്വയർ എന്നാണ് ഈ ഒരു ഫോം വരുന്നത്. അപ്പം റൂട്ട് ഓഫ് 2 - √3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, √4 - 2√3 × 1/2. ഈ മേൽ കിടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഫോം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ a - b എക്സ്പാൻഡ് ചെയ്ത ഫോം അല്ലേ ഈ ടോപ്പിൽ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ a - b ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്ത ഫോമാണ് മുകളിൽ കിടക്കുന്നത്. അപ്പം a - b ദ ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എത്രയാണ് വരുന്നത്, a - b ആണ് വരുന്നത്. a എന്ന് പറയുന്നത് √3 ആണ്, b എന്ന് പറയുന്നത് -1 ആണ്. താഴെ എന്തുണ്ട്, ഒരു √2 ഉണ്ട്. ഓപ്ഷൻ നോക്കിക്കുക, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, √3 - 1/√2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ, ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, താഴെ എല്ലാം ഓപ്ഷനിലെല്ലാത്തിൻ്റെയും ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് എന്താണ്, 2 ആണ്. അപ്പം ഈ ഡിനോമിനേറ്റർ 2 ആക്കാൻ നോക്കുക. ഡിനോമിനേറ്റർ 2 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ 2 ആകും. അങ്ങനെ ചെയ്യുമ്പോൾ വാല്യൂ മാറാതിരിക്കാൻ എന്ത് ചെയ്യണം, മുകളിലും എന്ത് ചെയ്യുക, ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, √3 × √2 എത്രയാണ്, √6 ആണ്. -1 × √2 എത്രയാണ്, -√2 ആണ് /2 ആണ്. ഓപ്ഷൻ നോക്കിക്കേ, √6 - √2/2 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ, √6 - √2/2 ഏതാണ് ഓപ്ഷൻ, ബി ആണ്. നമ്മുടെ ഉത്തരം എത്രയാണ്, √6 - √2/2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 19 - x√12, 19 - x√12 അല്ല, ഇഫ് റൂട്ട് ഓഫ് 19 - x√12 ഈസ് ഈക്വൽ ടു √4 - √3, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എന്താണ്, റൂട്ട് ഓഫ് 19 - x√12/1 നമുക്ക് അവിടെ എടുക്കേണ്ട കാര്യമില്ല, രണ്ടും സെയിം ആയതുകൊണ്ട്. അപ്പം റൂട്ട് ഓഫ് 19 - x√12 എന്ന് പറയുന്നത് എന്താണ്, √4 - √3 ആണ്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ ചെയ്യാം. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. അപ്പം റൂട്ട് ഓഫ് 19 - x√12 സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് റൂട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാകും, റൂട്ട് അങ്ങ് മാറിപ്പോകും. എന്താണ് ബാക്കി വരുന്നത്, 19 - x√12 വരും. ഇപ്പം മേളിലത്തെ ഏറ്റവും മുകളിലുള്ള റൂട്ട് പോയി, സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും, പകരം ബാക്കി എന്ത് വരും, 19 - x√12 വരും. റൈറ്റ് സൈഡ്, അതായത് ഈക്വലിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്, √4 - √3 ദ ഹോൾ സ്ക്വയർ, a - b ദ ഹോൾ സ്ക്വയർ എന്താണ് വരുന്നത്, a² എത്രയാണ്, 4 പ്ലസ് b² എത്രയാണ്, 3 -2 × √4 × √3 എത്രയാണ്, 2√12 വരും. 4 + 3 7, 7 - 2 √12 എന്ന് വരും. എന്ത്,
19 മൈനസ് എക്സ് റൂട്ട് 12 എന്നുള്ളത്. 19 മൈനസ് എക്സ് റൂട്ട് 12 ഈസ് ഈക്വൽ ടു 7 മൈനസ് 2 റൂട്ട് 12 എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാം, 7നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എത്രയായി, ഇവിടെ +7 ആണ്, അതിവിടെ വരുമ്പോൾ എന്താകും, മൈനസ് ആകും. 19 മൈനസ് 7 എത്രയാണ്, 12 ആണ്. ഈ എക്സ് റൂട്ട് 12 അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അത് എന്താവും, പ്ലസ് ആവും. അപ്പം എക്സ് റൂട്ട് 12 ഇവിടെ എന്തുണ്ട്, മൈനസ് 2 റൂട്ട് 12 ഉണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം, 12 ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് എന്താണ്, ഒരു റൂട്ട് 12 എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുക്കാം. എന്ത് വരും, എക്സ് മൈനസ് 2 വരും. റൂട്ട് 12 കട്ട് ചെയ്യും. ഇവിടെ 12 നിന്ന് റൂട്ട് 12 കട്ട് ചെയ്യുമ്പോൾ ബാക്കി എത്രയുണ്ട്, റൂട്ട് 12 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയെങ്കിൽ എക്സ് എന്താണ്, ആ -2 ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും, റൂട്ട് 12 പ്ലസ് 2 വരും. എന്താണ്, റൂട്ട് 12 പ്ലസ് 2 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷനിൽ റൂട്ട് 12 പ്ലസ് 2 ഉണ്ടോ, ഇല്ല. 2 പ്ലസ് റൂട്ട് 12 എന്ന് എഴുതാം, റൂട്ട് 12 പ്ലസ് റൂട്ട് 2 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പം 2 പ്ലസ് വരുന്നത് എത്ര എണ്ണം ഉണ്ട് ഓപ്ഷൻസിൽ, 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഈ റൂട്ട് 12നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. റൂട്ട് 12നെ നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് 4 ഇൻറ്റു 3 എന്ന് എഴുതാമല്ലോ. റൂട്ട് 12നെ റൂട്ട് ഓഫ് 4 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ 4ന് റൂട്ട് ഉണ്ട്, എത്രയാണ്, 2 ആണ്. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്, റൂട്ട് 3 ആണുള്ളത്. അപ്പം റൂട്ട് 12നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 റൂട്ട് 3 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഓപ്ഷനിൽ നോക്കിക്കേ, ഏതാണ് ഉത്തരം വരുന്നത്, 2 പ്ലസ് 2 റൂട്ട് 3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 2 പ്ലസ് റൂട്ട് 12 തന്നെയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഏതാണ്, ഓപ്ഷൻ ബി 2 പ്ലസ് 2 റൂട്ട് 3 ആണ്. സിംപ്ലിഫൈ റൂട്ട് ഓഫ് 25 പ്ലസ് 10 റൂട്ട് 6 പ്ലസ് റൂട്ട് ഓഫ് 25 മൈനസ് 10 റൂട്ട് 6. എന്താണ് ഇത്, സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും കൊടുക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ പ്ലസ് ബി കാണാനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സ്ക്വയർ ചെയ്ത് നോക്കുക. അപ്പം ഇതിനെ എന്താണ്, സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എ പ്ലസ് ബി കിട്ടും. അപ്പം നമുക്ക് നോക്കാം, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. അപ്പം എ സ്ക്വയർ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് ഇത് ഫുള്ളായിട്ടാണ്, എന്താണ്, ഇത് ഫുള്ളായിട്ടാണ് എന്ത്, എ എന്ന് പറയുന്നത്. അപ്പം എയുടെ സ്ക്വയർ നമുക്ക് എടുക്കാം. ഇത് റൂട്ടിലല്ലേ കിടക്കുന്നത്. അപ്പം സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, റൂട്ട് മാറിപ്പോവും. അപ്പോൾ എന്താണ്, എ സ്ക്വയർ എന്ന് പറയുമ്പം 25 പ്ലസ് 10 റൂട്ട് 6 ആണ് എ സ്ക്വയർ എന്ന് പറയുന്നത്. ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 25 മൈനസ് 10 റൂട്ട് 6 ആണ്. ഇനിയും 2ab എന്ന് പറഞ്ഞാൽ എത്രയാണ്, പ്ലസ് 2ab അല്ലേ വരുന്നത്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2a ഇൻറ്റു ബി. നോക്കിയേ, ഇത് ഏത് ഫോമിലാണ് നടക്കുന്നത്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇത് എ പ്ലസ് ബി ആണ്. ഈ നമ്മളിപ്പം ആദ്യം എടുത്തിരിക്കുന്ന എ അല്ലെങ്കിൽ എക്സ് എന്ന് എടുക്കാം. 25 എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ 10 റൂട്ട് 6നെ വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ. എ ബി വരുമ്പോൾ എങ്ങനെ വരും, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. എന്തിൻ്റെ ഫോമാണത്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അതൊക്കെ നമ്മൾ ആൾജിബ്രയിൽ പഠിക്കുന്നതാണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2ab ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്, 2 ഇൻറ്റു 25 പ്ലസ് 10 റൂട്ട് 6 ഇൻറ്റു 25 മൈനസ് 10 റൂട്ട് 6. നോക്കി ഏത് ഫോമാണെന്ന്, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. എന്ന് പറഞ്ഞാൽ എത്രയാണ്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ എത്ര വരും, ഇവിടെ എ എന്ന് പറയുന്നത് റൂട്ടിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്തുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, റൂട്ട് മാറിപ്പോയത്. അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 25 പ്ലസ് 10 റൂട്ട് 6 ആണ്, അല്ലാതെ 25 പ്ലസ് 10 റൂട്ട് 6 അല്ല. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും, റൂട്ട് നമ്മൾ അതുപോലെ എഴുതുക. ഇനിയും ഇതിൻ്റെ സ്ക്വയർ എത്രയാണ്, 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625 ആണ്. മൈനസ് 10 റൂട്ട് 6. 10 റൂട്ട് 6ൻ്റെ സ്ക്വയർ എത്രയാണ്, 10ൻ്റെ സ്ക്വയർ 100 ആണ്. റൂട്ട് 6ൻ്റെ സ്ക്വയർ 6 ആണ്. അപ്പം 100 ഇൻറ്റു 6 എന്ന് പറയുന്നത് 600 ആവും. ഞാൻ താഴേക്ക് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ, സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പം 625 മൈനസ് 600 ആണ് വരുന്നത് റൂട്ടിൽ. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. 25 കൊണ്ട് 10 റൂട്ട് 6ഉം മൈനസ് 10 റൂട്ട് 6ഉം തമ്മിൽ കട്ട് ചെയ്ത് പോവും. 25 പ്ലസ് 25 50 ആണ്. 50 പ്ലസ് 2 ഇൻറ്റു 625ൽ നിന്ന് 600 പോയി കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്, റൂട്ട് 25 വരും. റൂട്ട് 25ൻ്റെ വാല്യൂ നമുക്കറിയാം. 50 പ്ലസ് 2 ഇൻറ്റു 5 ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50 പ്ലസ് 10 ആണ് എന്ത് വരുന്നത്, ആൻസർ വരുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടി, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ കിട്ടി. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എത്രയാണ്, 60 ആണ് വന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എ പ്ലസ് ബി ആണ്. അത് എത്ര വരും, റൂട്ട് 60 വരും.
√60 എന്ന് പറഞ്ഞാൽ ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ആ രീതിയിലേക്ക് ആക്കി കൊണ്ടുവരണം. √60 അല്ലെങ്കിൽ 60യെ നമുക്ക് എങ്ങനെ എഴുതാം? √60 നമുക്ക് എങ്ങനെ എഴുതാം? √6 × 10 എന്ന് എഴുതാം. ഇനി നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എന്ത് വരും? പ്രൈം നമ്പേഴ്സിലേക്ക് ആക്കിയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? 6നെ നമുക്ക് 3 × 2 എന്ന് എഴുതാം. അതിനുശേഷം 10നെ നമുക്ക് എന്ത് എഴുതാം? 5 × 2 എന്ന് എഴുതാം. 2 × 2 4 ആയില്ലേ? 4 റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ എന്ത് ചെയ്യാം? 2 എടുക്കാം. ബാക്കി എത്ര വരും? ഇത് മാറ്റിക്കളഞ്ഞാൽ എത്ര വരും? 5 × 3 15 വരും. എന്ത് കിട്ടി നമുക്ക് ഉത്തരം? 2√15 എന്ന് നമുക്ക് കിട്ടി. ഓപ്ഷനിലുണ്ടോ നോക്കിക്കേ. ഓപ്ഷൻ എ എത്രയാണ്? 2√15 ആണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? 2√15 ആണ്. If x is equal to √3/2, then find the value of √1 plus x plus √1 minus x. നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത കണക്കുകളുടെ എല്ലാം അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? നമുക്ക് ആദ്യം എ എന്നൊരു വാല്യൂ കൊടുക്കാം. എ വേണ്ട, അല്ലെങ്കിൽ നമുക്ക് എന്താണ്? പി കൊടുക്കാം. പി ഇസ് ഈക്വൽ ടു √1 plus x plus √1 minus x. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുകയാണ്. പി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? √1 plus x plus √1 minus xന്റെ ഹോൾ സ്ക്വയർ വരും. അതായത് a plus b the whole square ഫോമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. a plus b the whole square എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? a square plus b square plus 2 × ab ആണ്. അപ്പം a സ്ക്വയർ എന്താണ്? 1 plus xന്റെ സ്ക്വയർ ആണ്. 1 plus x √1 plus xന്റെ സ്ക്വയർ ആണ്. അപ്പം √1 plus xന്റെ സ്ക്വയർ എത്രയാണ്? റൂട്ട് അങ്ങ് പോകും. 1 plus x എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? √3/2 ആണ്. നമ്മൾ √3/2 എന്ന് എഴുതി. കാരണം എക്സ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി √1 minus xന്റെ സ്ക്വയർ എത്രയാണ്? 1 minus √3/2 ആണ്. a സ്ക്വയർ ആയി പ്ലസ് ബി സ്ക്വയർ ആയി പ്ലസ് 2 × ab. അവിടെ a എത്രയാണ്? √1 plus x അല്ലെങ്കിൽ √1 plus 3/2 ആണ് a എന്ന് പറയുന്നത്. b എന്ന് പറയുന്നത് √1 minus 3/2 ആണ്. അപ്പം നോക്കിക്കേ, ഇത് ഏത് ഫോമിലാണ്? a plus b a minus b ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ a plus b × a minus b എന്ന് പറയുന്നത് എന്താണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പം റൂട്ട് ഉണ്ട്, മറക്കരുത്. a സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. b സ്ക്വയർ എന്ന് പറയുന്നത് √3/2ന്റെ സ്ക്വയർ എത്രയാണ്? മൈനസ് √3യുടെ സ്ക്വയർ 3 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. ഇങ്ങനെ കിട്ടും നമുക്ക്. ഇനി ഒന്നുകൂടെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. 1 plus √3 plus 1 minus √3 plus √3 minus √3 കട്ടായി പോവും. എന്താണ് പി സ്ക്വയർ വരുന്നത്? 1 plus 1 എത്രയാണ്? 2 plus 2 × എന്ത് വരും? ഈ 1 minus 3/4 എത്രയാണ് വരുന്നത്? 4 അവിടേക്ക് എടുക്കുന്നു. 4 minus 3 1 ആണ്. 1/4 വരും. ഇപ്പോൾ എത്രയാണ്? √1/4 എന്ന് വരും. എങ്ങനെ വരും? 2 plus 2 × 1/4ന്റെ റൂട്ട് എത്രയാണ്? 1/2 ആണ്. 2 ും 2 ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 2 plus 1 3 ആണ് വരുന്നത്. അപ്പോൾ പി സ്ക്വയർ നമുക്ക് കിട്ടി 3 എന്ന്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. പി എത്രയാണ്? √3 ആണ്. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ സി √3 ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ സി √3 ആണ്. If √5 plus √2/√5 minus √2 is equal to a plus b √10, then which of the following option is correct? എന്താണ് പറഞ്ഞിരിക്കുന്നത്? √5 plus √2 divided by √5 minus √2 എന്ന് പറയുന്നത് a plus b √10 എന്ന ഫോമിലാണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് കറക്റ്റ്? എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഇത് അതുപോലെ എഴുതുക. √5 plus √2 divided by √5 മൈനസ് √2. നമ്മളോട് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏത് ഫോമിലാണെന്നും പറഞ്ഞിട്ടുണ്ട്? a plus b √10 എന്ന ഫോമിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് ഡിനോമിനേറ്റർ നോക്കുക. അപ്പം ഡിനോമിനേറ്ററിന്റെ സിമ്പൽ മാറ്റിയിട്ട് താഴെ മുകളിലും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്താണ്? √5 plus √2 ഇട്ട് താഴെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുക. √5 plus √2 എന്താണ്? താഴെ √5 minus √2 അല്ലേ? അപ്പോൾ അതിന്റെ സിമ്പൽ മാറ്റുക. √5 plus √2 ഇട്ടിട്ട് എന്ത് ചെയ്യുക? മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. വാല്യൂ ചേഞ്ച് ആകുമോ? ഇല്ല. കാരണം എന്താണ്? √5 plus √2/√5 plus √2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അതുകൊണ്ട് വാല്യൂ ചേഞ്ച് ആകില്ല. ഇനി ചെയ്ത് നോക്കാം നമുക്ക്. √5 plus √2 ഇതെന്ത് ചെയ്യാം? √5 plus √2 × √5 plus √2 എത്രയാണ് വരുന്നത്? √5 plus √2 the whole square ആണ് വരുന്നത്. അപ്പം √5 plus √2 the whole square a plus b the whole square എന്താണ്? a സ്ക്വയർ 5 plus b സ്ക്വയർ എത്രയാണ്? 2 plus 2 × √5 × √2 എത്രയാണ്? 2 × √10 എന്നാണ് വരുന്നത്. അപ്പം താഴെ ചെയ്യുമ്പോൾ എന്ത് വരും? a minus b × a plus b × a minus b എന്താണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. a സ്ക്വയർ എന്ന് പറയുന്നത് 5 ആണ്. 5 minus 2 എത്രയാണ് വരുന്നത്?
3 ആണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 7 പ്ലസ് 2√10 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അതിനെ നമുക്ക് ഒന്നുകൂടെ അറേഞ്ച് ചെയ്താൽ എന്താണ്? 7/3 പ്ലസ് 2√10 അല്ലെങ്കിൽ 2/3√10 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2√10/3 എന്ന് എഴുതാം. നോക്കിക്കേ, a പ്ലസ് ബി √10 എന്ന ഫോമിലല്ലേ വന്നിരിക്കുന്നത്. ഇത് a, ഇത് b, ഇത് √10. നോക്കിക്കേ, a പ്ലസ് ബി √10 എന്ന ഫോമിൽ തന്നെ വന്നില്ലേ? അങ്ങനെയെങ്കിൽ a എത്രയാണ്? a ഈസ് ഈക്വൽ ടു 7/3 ആണ്. b എത്രയാണ്? 2/3 എന്നും നമുക്ക് കിട്ടി. കറക്റ്റ് ആ ഫോമിൽ നമുക്ക് കിട്ടിയില്ലേ? 7/3 പ്ലസ് 2/3√10 a പ്ലസ് ബി √10. ഇതെന്ന് പറയുന്നത് എന്താണ്? a ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? b ആണ്. √10 അവിടെ കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അതേ ഫോമിൽ തന്നെ ഉത്തരം കിട്ടി. അപ്പം ഓപ്ഷൻ എന്ന് നോക്കിയേ, ഓപ്ഷൻ എ ഈസ് ഈക്വൽ ടു 1/3 അതല്ല, a ഈസ് ഈക്വൽ ടു 7/3 വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ബിയും ഡിയും. അപ്പം ബിയുടെ വാല്യൂയും കൂടെ നോക്കുക. b 2/3യും a 7/3യും വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നമുക്കതിൻ്റെ ഉത്തരം കിട്ടി. അപ്പോൾ പറഞ്ഞു ഓർത്തിരുന്നോണം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു രീതിയിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്, ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക? സിമ്പൽ മാറ്റിയിട്ട് താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ഉത്തരം കിട്ടും. 5 plus 2√3 divided by 2 minus √3 is equal to x plus y √3. Then find the value of x, y. എന്താണതാ? നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? അങ്ങനെ ആ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? അതുപോലെ എഴുതുക. 5 plus 2√3 ഡിവൈഡഡ് ബൈ 2 മൈനസ് √3. അതിനുശേഷം എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഡിനോമിനേറ്ററിൻ്റെ സിമ്പൽ മാറ്റിയിട്ട് താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുക. 2 മൈനസ് √3 സിമ്പൽ മാറ്റുമ്പോൾ 2 പ്ലസ് √3 ബൈ 2 പ്ലസ് √3. ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 5 പ്ലസ് 2√3 ഇൻറ്റു 2 പ്ലസ് √3 നോക്കാം. 5 ഇൻറ്റു 2 എത്ര വരും? 10 വരും. അടുത്തത് 5 ഇൻറ്റു പ്ലസ് √3 ആണ് വന്നിരിക്കുന്നത്. എന്താണ്? 5√3 വരും. അതിനുശേഷം എന്താണ്? 2√3 ഇൻറ്റു 2 എത്രയാണ്? 4√3 പ്ലസ് √3 ഇൻറ്റു 2√3 എത്രയാണ്? √3 ഇൻറ്റു √3 3 വരും. 2 ഇൻറ്റു 3 എത്രയാണ്? 6 വരും. താഴെ നോക്കിക്കേ, a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലല്ലേ? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എത്രയാണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. a എത്രയാണ്? 2 ആണ്. 2 സ്ക്വയർ എന്ന് പറയുമ്പം 4. √3യുടെ സ്ക്വയർ എന്ന് പറയുമ്പം 3. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 പ്ലസ് 6 എത്രയാണ്? 16 ആണ്. 5√3 പ്ലസ് 4√3 എത്രയാണ്? 9√3 ആണ്. അപ്പം 16 പ്ലസ് 9√3 എന്ന് നമുക്ക് കിട്ടി. നമ്മുടെ ഫോം എത്രയാണ്? ഫോം എന്താണ്? എക്സ് പ്ലസ് വൈ √3 ആണ്. എക്സ് പ്ലസ് 9y കൊടുത്തു കഴിഞ്ഞാൽ y √3. എക്സ് പ്ലസ് വൈ √3 എന്ന ഫോമിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയില്ലേ? എക്സ് എത്രയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 16 കിട്ടി. y ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 9 കിട്ടി. അപ്പം നമുക്ക് ഓപ്ഷൻ നോക്കാം. എക്സ് 9ഉം എക്സ് 16ഉം y 9ഉം ആണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ 9ഉം 16ഉം ഉണ്ട്. നമ്മൾ പെട്ടെന്ന് കയറിയത് എഴുതാൻ സാധ്യതയുണ്ട് ചിലരെങ്കിലും. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ്? എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വൈയുടെയും എക്സിൻ്റെയും വാല്യൂ അല്ല. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ചോദിക്കുമ്പോൾ ആദ്യം ഏതാണ് വരേണ്ടത്? 16 ആണ് വരേണ്ടത്. രണ്ടാമത് 9 ആണ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 16 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 9 ആണ്. If x is equal to √5 plus 1 divided by √5 minus 1 and y is equal to 1 by x, then find the value of x square plus y square. എന്താണ്? എക്സിൻ്റെ വാല്യൂ √5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ √5 മൈനസ് 1 ആണ്. വൈയുടെ വാല്യൂ എന്താണ്? 1 ബൈ എക്സ് ആണ്. അതായത് എക്സിൻ്റെ റെസിപ്രോക്കൽ ആണ്. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? തല തിരിഞ്ഞ് വരും. അപ്പോൾ താഴെ കിടക്കുന്ന √5 മൈനസ് 1 ന്യൂമറേറ്ററിൽ വരും. അതുപോലെ തന്നെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന √5 പ്ലസ് 1 എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിലും പോകും. അത്രയേ ഉള്ളൂ കാര്യം. അങ്ങനെയെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ എന്ത് വരും? √5 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ √5 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. എന്താണ് √5 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ എത്രയാണ്? 5 പ്ലസ് ബി സ്ക്വയർ 1 പ്ലസ് 2ab വരും. 2 ഇൻറ്റു √5 എന്ന് വരും. ഇനിയും താഴത്തെ തന്നെ എടുത്താലോ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab വരും. എത്ര വരും? 6 പ്ലസ് 2√5 ഡിവൈഡഡ് ബൈ 6 മൈനസ് 2√5 എന്ന് വരും. എന്ത്? എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ. അപ്പം വൈ സ്ക്വയർ എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് എക്സും വൈയും തമ്മിലുള്ള ബന്ധം എന്താണ്? എക്സിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? വൈ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കില്ലേ വൈ സ്ക്വയർ എന്ന് പറയുന്നത്? അപ്പം റെസിപ്രോക്കൽ എന്താണ്? 6 മൈനസ് 2√5 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 2√5 ആണ്.
ഇനി എന്താണ് ചെയ്യേണ്ടത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. അപ്പം നമുക്കെന്താണ് ഇത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ ഒരു ഫോർമുല എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഈ രീതിയിൽ നിറയെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം എന്താണ്? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പ്ലസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ഈ ഫോമിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഏത് ഫോമിൽ വരുമ്പോൾ? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പ്ലസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന ഫോമിൽ ഒരു കണക്ക് അല്ലെങ്കിൽ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്യുക. കാരണം ഇവിടെ അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 6 പ്ലസ് 2√5 ഡിവൈഡഡ് ബൈ 6 മൈനസ് 2√5. നോക്കിക്കേതാ? എ പ്ലസ് ബി. താഴെ എന്താണ് വന്നിരിക്കുന്നത്? എ മൈനസ് ബി. അടുത്തത് നോക്കിക്കേ, എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ആ ഫോമിലല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് എന്ത് അത് ചെയ്യാനുള്ള ഫോമുല എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഫോമുല നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നിങ്ങൾ ഈ ഫോമുല ഒന്ന് എഴുതി വെക്കുക. ഒന്നുകൂടെ ഉണ്ട്, നമുക്ക് അതുകൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയർ എത്രയാണ്? 6 പ്ലസ് 2√5 ഡിവൈഡഡ് ബൈ 6 മൈനസ് 2√5 ആണ്. വൈ സ്ക്വയർ എത്രയാണ് വരുന്നത്? 6 മൈനസ് 2√5 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 2√5 ആണിതാ. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ഫോമിലല്ലേ കിടക്കുന്നത്? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ആണ്. എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ആണ്. ഇത് രണ്ടുകൂടെ എന്താണ് ചെയ്യേണ്ടത്? പ്ലസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോമുല എന്ത് വരും? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് വരുന്നത്. അപ്പം ചെയ്ത് നോക്കാം. 2 ഇൻറ്റു എ സ്ക്വയർ എത്രയാണ്? ഇവിടുത്തെ എ എത്രയാണ്? 6 ആണ്. 6ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 36 വരും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്രയാണ്? 2√5 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. √5ൻ്റെ സ്ക്വയർ 5 ആണ്. അപ്പോൾ എത്ര വരും? 20 വരും. ഡിവൈഡഡ് ബൈ എത്രയാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ 36 മൈനസ് 2√5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 20 ആണ്. എത്ര കിട്ടി നമുക്ക്? എത്രയാണ് കിട്ടിയത്? 2 ഇൻറ്റു 36 പ്ലസ് 20. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. 36 പ്ലസ് 20 എത്രയാണ്? 56 ആണ്. 56ഉം 2 എന്ന് പറയുമ്പം 112 വരും. 112 ഡിവൈഡഡ് ബൈ 16 വരും. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 8 കൊണ്ട് കട്ട് ചെയ്യാം. 8 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 32 വരും. ഇവിടെ എത്ര വരും? 2 വരും. 32 അല്ലല്ലോ. 112 ബൈ 16. 8 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1 4 വരും. 14 വരും. താഴെ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 2 വരും. 14/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ ഡി 7 ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ എന്താണ്? ഈ ഒരു ഫോമുല പഠിച്ചു വെക്കുക. എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പ്ലസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇനിയും എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി മൈനസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? 4ab ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഈ ഒരു ഫോമുല ഓർത്ത് വെക്കുക. കാരണം ഈ രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് RRBയുടെ എക്സാംസിന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്താണ് അധികം സമയം കളയാതെ തന്നെ നിങ്ങൾക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലൊക്കെ ഉത്തരം കിട്ടും. പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ടി വരും. ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും കൺഫ്യൂഷനായിട്ട് നമ്മൾ ഒരുപാട് സമയം അവിടെ നഷ്ടമാകും. അതുകൊണ്ട് ഈ ഫോമുല രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക. ഇനിയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അടുത്ത ചോദ്യം നോക്കിക്കേ. കണ്ടിട്ട് എന്താണ്? ഒരു വലിയ ചോദ്യമാണ്. പക്ഷേ എന്താണ്? സിമ്പിളാണ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഫോമുല ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? പെട്ടെന്ന് ഉത്തരം കിട്ടും. ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഏത് ഫോമിലാണ് കിടക്കുന്നത്? നോക്ക്. എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി പ്ലസ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി. തിരിച്ചെഴുതിയാലും മറിച്ചെഴുതിയാലും ഉത്തരത്തിന് വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പ്ലസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. സിമ്പിൾ ശ്രദ്ധിച്ചോണം. പ്ലസ് ആണ് കിടക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ഇക്വേഷൻ വരുന്നത്? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. 2 ഇൻറ്റു എ സ്ക്വയർ എത്രയാണ്? എ എന്ന് പറയുന്നത് √3 ആണ്. √3യുടെ സ്ക്വയർ 3 ആണ്. എ സ്ക്വയർ പ്ലസ് ബി എത്രയാണ്? -1 ആണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ 1 ആണ് വന്നിരിക്കുന്നത്. 1 ആയാലും -1 ആയാലും സ്ക്വയർ എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പം 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയി ഡിവൈഡഡ് ബൈ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുന്നത് √3യുടെ സ്ക്വയർ 3 ആണ്. 3 - 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇനി അടുത്തത് പ്ലസ്
അടുത്തത് ഏത് ഫോമിലാണ് നടക്കുന്നത്? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പ്ലസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഫോമിൽ തന്നെയാണ് നടക്കേണ്ടത്. അവിടെ എന്ത് വരും? 2 ഇൻറ്റു എ സ്ക്വയർ എത്രയാണ് വരുന്നത്? എ എത്രയാണ്? 2 ആണ്. അപ്പോൾ 4 പ്ലസ് √3യുടെ സ്ക്വയർ എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എത്രയാണ്? 4 ആണ്. 4 മൈനസ് √3യുടെ സ്ക്വയർ 3 ആണ്. 4 മൈനസ് 3 എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി പോകുമല്ലോ. അപ്പോൾ എത്ര വരും? 3 പ്ലസ് 1 4 പ്ലസ് 2 ഇൻറ്റു 4 പ്ലസ് 3 എത്രയാണ്? 7 7 ഇൻറ്റു 2 എത്രയാണ്? 14 ആണ് വരുന്നത്. അപ്പോൾ എത്ര വരും? 18 വരും. ആൻസർ ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷൻ എ 18 ആണ് ഇവിടുത്തെ ഉത്തരം. കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയൊരു ചോദ്യമായിട്ട് തോന്നി. പക്ഷേ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ആ ഫോമുല ഒന്ന് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി. എത്രയാണ് ഉത്തരം കിട്ടിയത്? 18 ആണ് ഉത്തരം കിട്ടിയത്. അപ്പോൾ ആ 2 ഫോമുലയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ഒരുപാട് സമയം ലാഭിക്കാൻ സഹായിക്കുന്ന 2 ഫോമുലയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് നോട്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കും. ഈ ചോദ്യം കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. If a into b is equal to a plus b plus root of a by b plus റൂട്ട് എ ബി എന്താണ്? എ ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് റൂട്ട് ഓഫ് എ ബൈ ബി പ്ലസ് റൂട്ട് എ ബി എന്നാണെങ്കിൽ അങ്ങനെയെങ്കിൽ 16 ഇൻറ്റു 4 എത്രയാണ്? 16 ഇൻറ്റു 4 എത്രയാണെന്ന് നമുക്കറിയാം. പക്ഷേ അതിവിടെ ഉത്തരവായിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എ ഇൻറ്റു ബി. എയുടെ സ്ഥാനത്ത് 16 ആണ്. ബിയുടെ സ്ഥാനത്ത് എത്രയാണ്? 4 ആണ് വന്നിരിക്കുന്നത്. എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ പ്ലസ് ബി, അതായത് 16 പ്ലസ് 4 പ്ലസ് റൂട്ട് ഓഫ് എ ബൈ ബി. എത്രയാണ്? 16 ബൈ 4 ഇൻറ്റു റൂട്ട് എ ബി 16 ഇൻറ്റു 4. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഉത്തരമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. എത്രയാണ്? 16 പ്ലസ് 4 എത്രയാണ്? 20 ആണ്. 20 പ്ലസ് 16 ബൈ 4 എത്രയാണ്? 4 അല്ലേ? റൂട്ട് 4 ഇൻറ്റു എത്രയാണ് വരുന്നത്? ഇൻറ്റു അല്ല, പ്ലസ് ആണേ. പ്ലസ് എത്രയാണ് വരുന്നത്? റൂട്ട് ഓഫ് 16 ഇൻറ്റു 4. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. എന്ത് വരും? 20 പ്ലസ് റൂട്ട് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 പ്ലസ് 4 ഇൻറ്റു 2 8 ആണ്. എത്ര വരും? 22 വെട്ടും 30 വരും. എത്രയാണ്? ഓപ്ഷൻ ഡി 30 ആണ് ഇവിടുത്തെ ആൻസർ. ഇപ്പം എന്താണ് പറഞ്ഞത്? എ ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് റൂട്ട് ഓഫ് എ ബൈ ബി പ്ലസ് റൂട്ട് എ ബി ആണെങ്കിൽ 16 ഇൻറ്റു 4ൻ്റെ വാല്യൂ എത്രയാണ്? മനസ്സിലായല്ലോ. ജസ്റ്റ് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഉത്തരം കിട്ടി. എത്രയാണ്? ഓപ്ഷൻ ഡി 30 ആണ് ഇവിടുത്തെ ഉത്തരം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. SSCക്കും RRBക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനലും അതുപോലെ തന്നെ ഈ വീഡിയോയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.